കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വാൽപ്പാറ ദുരന്തം. മലമ്പാതകളിൽ വാഹനമോടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നും ഡ്രൈവറുടെ പരിചയസമ്പന്നത അനിവാര്യമാണെന്നും വിദഗ്ധർ. വാൾപ്പാറയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിന് കാരണം വാഹനത്തിന്റെ തകരാറല്ലെന്നും ഡ്രൈവറുടെ പരിചയക്കുറവാണെന്നും വാഹനവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ട്രാവലർ 13-ാം വളവിൽ നിന്ന് 9-ാം വളവിലേക്ക് മറിയുകയായിരുന്നു. 300 അടിയോളം താഴ്ചയിലേക്ക് വീണ ട്രാവലറിൽ യാത്ര ചെയ്തിരുന്ന 13 പേരിൽ 9 പേരാണ് മരിച്ചത്. മലപ്പുറം പാങ് LP സ്കൂളിലെ അധ്യാപകരും മറ്റുമായിരുന്നു മരണപ്പെട്ടത്. ഡ്രൈവർ 21 വയസ്സുള്ള നൌഷാദ് അലിയാണ് തത്സമയം വണ്ടി ഓടിച്ചിരുന്നത്. വാടകയ്ക്കെടുത്ത ട്രാവലറിൽ ഡ്രൈവർ പരിചയക്കുറവുള്ളയാളെ ഡ്രൈവിംഗ് ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മലമ്പാതകളിൽ യാത്ര ചെയ്യുമ്പോൾ കയറിപ്പോകുന്ന അതേ ഗിയറിൽ തന്നെ വേണം തിരിച്ചിറങ്ങാനും. 1-2 ഗിയറിൽ മാത്രമേ ഓടിക്കാവൂ എന്ന് ആലത്തൂർ അഞ്ചുമൂർത്തിമംഗലത്തെ മെക്കാനിക് പറയുന്നു. ഡ്രൈവിങ് മറ്റൊരു ആളിനെ കയറ്റുമ്പോൾ ഈ കോച്ചിങ് കഴിഞ്ഞിട്ട് വേണം, ഷെഡ്യൂൾ കൊടുത്തിട്ട് വേണം കയറ്റണേ. 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പുകളിൽ പോയിട്ടോ അതിൻ്റെ പണിയുന്ന ഞാൻ തന്നെ എൻ്റെ അവിടുത്തെ കസ്റ്റമറിന് എല്ലാവർക്കും വിവർത്തനം കൊടുത്തിരിക്കുകയാണ്. എന്താ കാരണം പറഞ്ഞാൽ ഗിയറിൽ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഫസ്റ്റ് കയറി ഗിയറിൽ നിന്ന് താത്തിരി സെക്കൻഡ് ഗിയറിലാണ് കയറിയെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് വേണം ഇറങ്ങണേ. തൊട്ടടുത്ത് വരികയാണെങ്കിൽ ബ്രേക്ക് കുത്തി ചവിട്ടണം. എന്താണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് 20 വേഗത്തിലാണ് പറഞ്ഞാൽ ഒരു 15-10 മാറ്റണം. അത്രയും ഡൗൺ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ മൂവ് ചെയ്യുന്നത്. അല്ലാണ്ട് ചവിട്ടി വരച്ചിറക്കിയാൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. പ്രൊഫഷണൽ അല്ലാത്ത ഡ്രൈവർമാരായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ യാതൊരു വണ്ടികളും ഈ അപകടങ്ങൾ ഉണ്ടാവാറില്ല. മെയിൻ റോഡിലും അപകടങ്ങൾ ഉണ്ടാവാറില്ല. ഇത് എടുത്ത് ഒരു 30 15 വന്നിട്ട് താഴെ ഒതുക്കിയിടുക, വണ്ടി ഒന്ന് ബ്രേക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തുമ്പോൾ എല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് വാഹനത്തിന് യാതൊരു തകരാറുകളും ഉണ്ടാവാൻ സാധ്യതയില്ല. നിർത്തിയിടണം. ബ്രേക്ക് പോയോ പോയില്ലയോ നിർത്തിയിടണം. നിർത്തിയിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് മൂവ് ചെയ്യാം. അതായത് 15 കിലോമീറ്ററിൽ ഒന്ന് നിർത്തണം. ഇത് പുതിയൊരു ആൾക്ക് കയറുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. സ്ഥിരമായി ബ്രേക്ക് ചവിട്ടാനും പാടില്ല. 3 തവണയിൽ കൂടുതൽ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ബ്രേക്കിന്റെ സിലിണ്ടർ തേയാനും അതുവഴി ബ്രേക്ക് സംവിധാനം പരാജയപ്പെടാനും ഇടയാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ദൂരദിക്കുകളിലേക്ക് പോകുമ്പോൾ വാഹനത്തിന്റെ സ്ഥിരം ഡ്രൈവർ തന്നെയായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത്. മലപ്പുറത്തെ വിനോദയാത്രാ സംഘം വാൾപ്പാറയിലേക്ക് പോയത് താരതമ്യേന കയറ്റം കുറവുള്ള റൂട്ടിലായിരുന്നു. അതിരപ്പള്ളി വഴി പോയ വാഹനം തിരിച്ചിറങ്ങിയപ്പോൾ പൊള്ളാച്ചി റൂട്ടിലാണ് സഞ്ചരിച്ചത്. ഇത് കാരണം 4-ാം ഗിയറിൽ തന്നെ വാഹനം ഓടിച്ചതാകാമെന്നാണ് നിഗമനം. വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ റോഡരികിലെ സുരക്ഷാ ബാറുകളിൽ ഇടിക്കാനും താഴ്ചയിലേക്ക് മറിയാനും ഇടയാക്കും. അതുകൊണ്ട് ഓവർടേക്കിംഗ് വളരെയധികം സൂക്ഷിച്ചു വേണമെന്ന് പരിചയസമ്പന്നരായ ഡ്രൈവർമാരും പറയുന്നു. ഫോഴ്സ് ട്രാവലറിനെ കുറിച്ചാണെങ്കിൽ 20 വർഷമായി ഞാൻ ഈ വാഹനം ഓടിക്കുന്നു. ഈ 20 വർഷത്തിനിടയിൽ ഒരു ആക്സിഡൻറ്റോ ഒന്നും ഇതുവരെ നമ്മൾ സംഭവിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അത് ഓടിച്ച് ശീലമുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കുറച്ച് നേരം വണ്ടി ഓടിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആ ഡ്രൈവർ തന്നെ ഓടിക്കുക. പിന്നെ ആ വണ്ടിയോട് ഇണങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഓടിക്കാൻ സുഖമുള്ള ഒരു വണ്ടിയാണ് ഫോഴ്സ് ടെമ്പോ ട്രാവലർ. 50 വർഷമായി ട്രാവലർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതേപോലെ ഡ്രൈവർമാർക്കും ഇത് അറിയാവുന്നതാണ്. ബ്രേക്കിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഏത് ഗിയറിലാണോ നമ്മൾ കയറിപ്പോകുന്നത് ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഉചിതം. അത് മിക്കവാറും വണ്ടികൾക്ക് ടാറ്റ ആയിക്കോട്ടെ അതേപോലത്തെയുള്ള കംപ്ലൈൻറ്റുകൾ കുറേ ഉണ്ട്. പക്ഷേ ഇത്രയും ലോഡ് കൊണ്ട് ഇറങ്ങി വരുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇറക്കിയാൽ മാത്രമേ ജനങ്ങൾക്കും യാത്രക്കാർക്കും സൗകര്യപ്രദമാവുള്ളൂ. ഈ വാൾപ്പാറ അപകടമുണ്ടായതിൻ്റെ കാരണം എന്ന് പറയുന്നത് സാധാരണ റോഡിൽ ഓടിക്കുന്നത് പോലെ ഓടിച്ചിട്ട് ഉണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വാഹനങ്ങൾ കൂടുതൽ ഭാരമുള്ളതും കൂടുതൽ യാത്രക്കാരുമുള്ളതുമായ ഈ വാഹനം അത് ഗിയർ ഡൗൺ ചെയ്ത് അതായത് ഈ മറ്റേ RTO ഓഫീസർമാരൊക്കെ പറയുന്നത് ഈ ഏത് ഗിയറിലാണോ നിങ്ങൾ കയറിപ്പോയത് അതേ ഗിയറിൽ തന്നെയാണ് ഇറങ്ങി വരേണ്ടതും. ഇത് ഈ വാഹനത്തിൻ്റെ ഉടമ ആ ഡ്രൈവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ യാത്ര ചെയ്തതിൻ്റെ ഫലമാണ് ഈ അപകടമുണ്ടായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.